റേഷൻ വ്യാപാരികളുടെ രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി പാലാ മീനച്ചിൽ താലൂക്ക് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിനു മുൻപിൽ രാപ്പകൽ സമര വിളംബര കൂട്ട ധർണ സംഘടിപ്പിച്ചു. ഈ മാസം 8, 9 തീയതികളിലാണ് റേഷൻ കടകൾ അടച്ച വ്യാപാരികൾ സമരം നടത്തുന്നത്. സപ്ലൈ ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികൾ കടന്നു വരുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കേരളത്തിലെ ഞാൻ മനസ്സിലാക്കുന്നത് 14,000-ഓളം റേഷൻ കടകളുണ്ട്. കേരളത്തിലെ 1000-ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് അതിലേതാണ്ട് 4,000-ഓളം റേഷൻ കടയുടമകൾ വാസ്തവത്തിൽ വളരെ പ്രതിസന്ധിയിലാണ്. 2018 പുതിയ ഭക്ഷ്യസുരക്ഷാ നിയമം വന്നതിന് ശേഷം കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ പദ്ധതി അനുസരിച്ച് ഒരു റേഷൻ കടയുടമയുടെ ശമ്പളം 18,000 രൂപയായിട്ട് നിജപ്പെടുത്തി. അതിന് 45 കിൻഡൽ അല്ലെങ്കിൽ 4.5 ടൺ അരി ഒരു മാസം വിൽക്കണം. 4.5 ടൺ അരി വിൽക്കുന്ന റേഷൻ കടകൾക്ക് കടയുടമയ്ക്ക് 18,000 രൂപ വേതനം ലഭിക്കും. അതിൽ 1 കിൻഡൽ കുറഞ്ഞാൽ 1 കിൻഡലിന്റെ വിലയിൽ 220 രൂപ 18,000-ൽ നിന്ന് കുറയും. 1 കിൻഡൽ കൂട്ടിവിറ്റാൽ അതിന്റെ പേരിൽ 180 രൂപ കൂട്ടി കിട്ടും. ഈ 18,000 രൂപ എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ എത്രയോ തുച്ഛമായ ഒരു വേതനമാണ്. നമുക്കറിയാം, റേഷൻ കടയുടമകളിലെ നല്ലൊരു ശതമാനം ആളുകളും പതിറ്റാണ്ടുകളായി ആ മേഖലയിൽ നിൽക്കുന്നവരാണ്. KREU CITUയുടെ താലൂക്ക് പ്രസിഡന്റ് ജോയ് കുഴിപ്പാല മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് രക്ഷാധികാരി സന്തോഷ് മണർകാട് അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സന്തോഷ് KJ, ബിജു ജോസഫ്, ടോമിച്ചൻ പഴയമഠം, സജി മാത്യു, VP ഇബ്രാഹിം, മാഹിൻ P ബഷീർ, KA സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യമാക്കുക, KDPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി രാപ്പകൽ സമരം നടത്തുന്നത്. i4 ന്യൂസ് പാലാ.